ഹായ് എല്ലാവർക്കും എഡ്യൂക്കേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ IUPAC നോമൻക്ലേച്ചർ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ IUPAC നോമൻക്ലേച്ചർ എന്തുവാണെന്നും ഒരു ഓർഗാനിക് കമ്പൗണ്ട് നിങ്ങൾക്ക് തരുവാണെങ്കിൽ അത് എങ്ങനെ നെയിം ചെയ്യുമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ ഇത് നമ്മുടെ ക്ലാസ് 11ലെ ഫസ്റ്റ് ചാപ്റ്ററാണ്, ഓർഗാനിക് കെമിസ്ട്രിയിലെ. കോമ്പറ്റീവ് എക്സാമിൻ്റെ പെർസ്പെക്റ്റീവ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ക്വസ്റ്റ്യൻസ് വരുന്നതാണ്, എല്ലാ വർഷവും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. IUPAC നോമൻക്ലേച്ചർ. നോമൻക്ലേച്ചർ എന്ന് വെച്ചാൽ വേർഡിൻ്റെ അർത്ഥമാണ് നെയിം ചെയ്യുക, ടു നെയിം സംതിങ്. എന്തെങ്കിലും ഒരു കോമ്പൗണ്ട് വന്നു, ഓർഗാനിക് കോമ്പൗണ്ട്, നെയിം ചെയ്തതിൻ്റെ പ്രോസസ്സിനാണ് നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഈ നെയിം ചെയ്യാൻ കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് വേണ്ടി ഇവരാണ് ഫോം ചെയ്തിരിക്കുന്നത്. IUPAC എന്ന് നോക്കുമ്പോൾ ഒരു യൂണിയനാണ്, പേര് തന്നെ ഉണ്ട്, ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി. അപ്പോൾ ഇവരാണ് കുറച്ച് റൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ റൂൾസ് വെച്ച് വേണം നമ്മൾ നെയിം ചെയ്യാൻ. അപ്പോൾ അതാണ് IUPAC നോമൻക്ലേച്ചർ. അപ്പോൾ എന്തിനെ നെയിം ചെയ്യുന്നു ഞാൻ പറഞ്ഞു. എന്തിനാണ്? ഓർഗാനിക് കമ്പൗണ്ട്സിനെയാണ്. എന്താണ് ഓർഗാനിക് കമ്പൗണ്ട്സ്? അതിന് ഡെഫിനേഷൻ ഉണ്ട്. ഓർഗാനിക് കമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഒന്നേൽ ഹൈഡ്രോ കാർബൺ പേരിൽ തന്നെ ഉണ്ട്. ഹൈഡ്രോ സ്റ്റാൻഡ്സ് ഫോർ ഹൈഡ്രജൻ, കാർബൺ സ്റ്റാൻഡ്സ് ഫോർ കാർബൺ. ഹൈഡ്രജനും കാർബണും ഉള്ള ഏതെങ്കിലും ഒരു കമ്പൗണ്ട് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? ഹൈഡ്രോ കാർബൺ എന്ന് പറയും. അതൊരു ഓർഗാനിക് കമ്പൗണ്ടാണ്. കാർബണും ഹൈഡ്രജനും മാത്രമുള്ള. ഒരു എക്സാമ്പിൾ CH4. കാർബണും ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്. ഒരു കാർബൺ ആറ്റവും ഉണ്ട്, 4 ഹൈഡ്രജൻ ആറ്റവും ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? ഇതൊരു ഹൈഡ്രോ കാർബൺ ആണ്. ഹൈഡ്രോ കാർബൺ എന്താണ്? ഓർഗാനിക് കമ്പൗണ്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ കമ്പൗണ്ട്സിനാണ് നമ്മൾ നെയിം ചെയ്യുന്നത്. ഇതാണ് ടൈപ്പ് 1. ടൈപ്പ് 2 എന്ന് പറയുന്നത് ഡെറിവേറ്റീവ്സ് ഓഫ് ഹൈഡ്രോ കാർബൺ. എന്താണ് ഡെറിവേറ്റീവ്സ് ഓഫ് ഹൈഡ്രോ കാർബൺ. ഈ ഹൈഡ്രോ കാർബൺ എന്താ നമ്മൾ കണ്ടു. ഈ ഡെറിവേറ്റീവ്സ് ഓഫ് ഹൈഡ്രോ കാർബൺ എന്താണ്? ഇതിൻ്റെ എക്സാമ്പിൾ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. CH3Cl. ഇവിടെ CH4 ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഹൈഡ്രജൻ മാറി അതിൻ്റെ സ്ഥലത്ത് ക്ലോറിനാറ്റം വന്നു. ഇതിനെയാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഹൈഡ്രോ കാർബണിൽ നിന്നും എന്തെങ്കിലും ചെറിയ വ്യത്യാസമൊക്കെ വരുത്തി ഒരു ഹൈഡ്രജനും കാർബണും അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു ആറ്റം, ഇവിടെ ഇപ്പോൾ ക്ലോറിനായിരുന്നു, ക്ലോറിനോ ഫ്ലൂറിനോ ബ്രോമിനോ എന്തെങ്കിലും ആട്ടോ, ഓക്സിജനോ നൈട്രജനോ എന്തെങ്കിലും ചെറിയ വ്യത്യാസം വരുത്തി പുതിയൊരു കോമ്പൗണ്ട് ഫോം ചെയ്യത്തില്ല. അതിനെയാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. എന്തിൻ്റെ ഡെറിവേറ്റീവ്? ഹൈഡ്രോ കാർബണിൻ്റെ ഡെറിവേറ്റീവ്. ഹൈഡ്രോ കാർബൺ ഇതാണ്, അതിൽ കുറച്ച് വ്യത്യാസം വരുത്തുമ്പം വരുന്നതിനാണ് നമ്മൾ ഡെറിവേറ്റീവ്സ് ഓഫ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഓർഗാനിക് കോമ്പൗണ്ടാണ്, ഇതും ഓർഗാനിക് കോമ്പൗണ്ടാണ്, രണ്ടും ഓർഗാനിക് കോമ്പൗണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ നെയിം ചെയ്യാൻ പോകുന്നത് IUPAC നോമൻക്ലേച്ചറിൽ. അപ്പോൾ എന്തിനാണ് നെയിം ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഇനി എങ്ങനെ നെയിം ചെയ്യണമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ്, ഞാനിവിടെ കുറേ നേരമായി കാർബൺ എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതിൽ കാർബൺ ആണ്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പാണ് ഫൈൻഡ് ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ. ഒരു കോമ്പൗണ്ടിൻ്റെ നെയിം കണ്ടുപിടിക്കാൻ പറയപ്പോൾ ആദ്യം നിങ്ങളത് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് ഏറ്റവും നീളം കൂടിയ കാർബണിൻ്റെ ചെയിന് കണ്ടുപിടിക്കണം. ഈ ചെയിൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് കാർബണ് അടുത്ത കാർബൺ ഇങ്ങനെ ജോയിൻ ചെയ്ത് ഇരിക്കുന്നതിനെയാണ് ചെയിൻ എന്ന് പറയുന്നത്. ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ കണ്ടുപിടിക്കണം. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഞാൻ എക്സാമ്പിൾ ചെയ്യുന്നു. ഈ എക്സാമ്പിൾ നോക്കിയിട്ട് ഇതിലെ ലോങ്ങസ്റ്റ് ചെയിൻ ഏതാണെന്ന് നിങ്ങൾ പറയണം. സൂക്ഷിച്ച് നോക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നോക്കിയാൽ തന്നെ അറിയാം. ഇവിടെ ഒരു കാർബൺ ഉണ്ട്. ഹൈഡ്രജൻ മൈൻഡ് ചെയ്യണ്ട. ഹൈഡ്രജൻ അറിയാമല്ലോ, ഒരു കാർബണിന് 4 വാലൻസിയാണ് ഉള്ളത്. ഒരു കാർബൺ വേറെ കാർബണിലോട്ട് ബോണ്ട് ഫോം ചെയ്ത് കഴിയുമ്പോൾ ഒരു വാലൻസി സാറ്റിസ്ഫൈ ആയി, അതായത് ഈ ഒരു വാലൻസി സാറ്റിസ്ഫൈ ആയി. ബാക്കി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അവിടെ നമ്മൾ ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ചെയ്യിപ്പിക്കും. അതുകൊണ്ടാണ് ഈ ഹൈഡ്രജൻ വന്നിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ അറിയാം, ഈ കാർബണുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഒരു വാലൻസി സാറ്റിസ്ഫൈ ആയി, ബാക്കി ഇനി എത്ര കൊണ്ടുണ്ട്? 3 കൊണ്ടുണ്ട്. ടോട്ടൽ 4 അല്ലേ. അപ്പോൾ ആ 3 ഹൈഡ്രജനോട് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അത് മനസ്സിലായല്ലോ, ഇതറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിലെ
ലോങ്സ്റ്റ് ചെയിൻ ഏതാണെന്ന് നോക്കിയിട്ട് ഒന്ന് പറഞ്ഞേ. ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ആ കാർബൺ ഈ കാർബണുമായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നു, ആ കാർബൺ വീണ്ടും ഒരു കാർബണായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നു, അത് വീണ്ടും ഒരു കാർബണായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നു. അപ്പം നോക്കിയാൽ തന്നെ അറിയാം ഇതാണ് ഇതിൽ ഏറ്റവും നീളം കൂടിയ ചെയിൻ. ഇതിലും നീളം കൂടിയ ചെയിൻ ഇതിൽ ഇല്ല അല്ലേ? അപ്പോൾ നിങ്ങൾ പറയും ഇതെന്താ പുറത്ത് കിടക്കുന്നത്, ചെയിൻ്റെ പാർട്ടല്ലേ? അല്ല, അത് ചെയിൻ്റെ പാർട്ടല്ല. ഇതാണ് നമ്മുടെ ചെയിൻ. ഈ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 കാർബണുള്ള ചെയിനാണ് ഈ ഒരു കോമ്പൗണ്ടിലെ ഏറ്റവും ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ. ഈ ചെയിനിൻ്റെ പുറത്ത് കിടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അറിയാമോ? നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എന്ത് ഗ്രൂപ്പ് എന്താണെന്നും അതിൻ്റെ പേര് നെയിം എങ്ങനെ ചെയ്യാമെന്നും ഒക്കെ നമുക്ക് ഇതൊക്കെ കാണാം. ഇപ്പം ചെയിൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇനി ഈ ഒരു കോമ്പൗണ്ടിലെ ലോങ്ങസ്റ്റ് ചെയിൻ ഏതാണെന്ന് നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞേ. നോക്കിയാൽ തന്നെ അറിയാം അല്ലേ? ഇതാണ് ഇതിൻ്റെ അത് ഏറ്റവും ലോങ്ങസ്റ്റ് ചെയിൻ അല്ലേ? കാരണം ഇവിടെ ഒരു ചെയിനും കൂടെ ഉണ്ട്, വേറൊരു കളർ വെച്ച് വരച്ച് കാണിക്കാം. ഇവിടെ ഒരു ചെയിൻ ഉണ്ട് അല്ലേ? ബട്ട് ഈ ചെയിനാണ് കൂടുതൽ ആറ്റംസ് ഉള്ളത്. 1 2 3 4 5. ഇവിടെ 5 ആറ്റംസ് ഉണ്ട്. പക്ഷെ ഇവിടെ എത്ര ആറ്റംസ് ഉണ്ട്? ഇവിടെ 1 2 3 ആറ്റംസേ ഉള്ളൂ. അപ്പോൾ ഏതാണ് വലിയ ചെയിൻ? ഇതാണ് വലിയ ചെയിൻ. ഇങ്ങനെയാണ് നിങ്ങളുടെ ആൻസർ എങ്കിൽ അത് തെറ്റാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വേറൊരു ചെയിൻ ഇവിടെ കാണാൻ പറ്റും. അത് ഞാൻ വേറെ കളർ വെച്ച് കാണിക്കാം. വേറെ കളറ് വൈറ്റ് ഉണ്ട്. ഇങ്ങനെ ഒരു ചെയിൻ കാണാൻ പറ്റുന്നുണ്ടോ? ഈ കാർബൺ ഈ കാർബൺ ഈ കാർബൺ, പിന്നെ താഴോട്ട് പോയിട്ട് ഈ 3 കാർബൺ. ഇത്രയും കാർബണോട് ചെയിനല്ലേ? എല്ലാം കണക്റ്റഡ് ആയിട്ടിരിക്കുമല്ലേ? അതും ഒരു ചെയിനാണ്. ഈ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 1 കാർബൺ 2 കാർബൺ 3 4 5 6. ഇവിടെ 6 കാർബൺ ഉണ്ട്. ഈ 2 ചെയിനെക്കാട്ടും വലിയ ചെയിനല്ലേ ഈ കെട്ടി കിടക്കുന്ന ചെയിന്. ഈ ചെയിൻ പെട്ടെന്ന് ശ്രദ്ധിക്കണമെന്നില്ല. ഈ 2 ചെയിന് പെട്ടെന്ന് നമ്മൾ നോട്ടം നോക്കി തന്നെ കാണാം. അപ്പോൾ ഈ ചെയിനാണ് നമ്മുടെ ലോങ്ങസ്റ്റ് ചെയിൻ. ഇപ്പോൾ ലോങ്ങസ്റ്റ് ചെയിൻ ഇപ്പോൾ നേരെ കിടക്കണമെന്നൊന്നും ഇല്ല. ഇങ്ങനെ താഴോട്ടും മുകളിലോട്ടും എങ്ങോട്ട് വേണമെങ്കിലും ആകാം. അത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ചെയിൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ചെയിൻ കണ്ടുപിടിച്ചെങ്കിൽ അടുത്ത സ്റ്റെപ്പാണ് ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ടെന്ന് നോക്കണം. സപ്പോസ് ചെയിനിൽ ഒറ്റൊരു കാർബൺ ആറ്റമേ ഉള്ളൂ, അതായത് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് 1 ആണ്. അപ്പം നമ്മൾ ആ ചെയിനിനെ മെത്ത് എന്ന പേര് കൊടുക്കും. ഒരു കാർബൺ ആറ്റമേ ഉള്ളൂ ചെയിനിൽ, റെയറാണ് ഒരു കാർബൺ ആറ്റം ഉള്ള ചെയിന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മെത്ത് എന്ന പേര് കൊടുക്കും. സപ്പോസ് ആ ചെയിനിൽ 2 കാർബൺ ആറ്റം ഉണ്ട്, അപ്പം നമ്മൾ എത്ത് എന്നാണ് ആ ചെയിനിനെ നമ്മൾ പറയുന്നത്. എത്ത് ETH. സപ്പോസ് 3 കാർബൺ ആറ്റമാണ് ആ ചെയിനിലുള്ളത്, അപ്പോൾ നമ്മൾ തന്നെ പ്രോപ്പ് എന്ന പേര് കൊടുക്കും. 4 ആണെങ്കിൽ ബ്യൂട്ട് എന്ന പേര് കൊടുക്കും. 5 ആണെങ്കിൽ പെൻഡ് എന്ന് പറഞ്ഞ പേര് കൊടുക്കും. ബട്ടല്ല കേട്ടോ, ബ്യൂട്ട് എന്നാണ് എന്നെ പ്രൊണൗൺസ് ചെയ്യുന്നത്. 6 ആണെങ്കിൽ ഹെക്സ് എന്ന് പറഞ്ഞ പേര് കൊടുക്കും. 7 ആണെങ്കിൽ ഹെപ്റ്റ് എന്ന് പറഞ്ഞ പേര് കൊടുക്കും. 8 ആണെങ്കിൽ ഓക്റ്റ് എന്ന് പറഞ്ഞ പേര് കൊടുക്കും. 9 ആണെങ്കിൽ നോൺ എന്ന് പറഞ്ഞ പേര് കൊടുക്കും. 10 ആണെങ്കിൽ, അതായത് 10 കാർബൺ ആറ്റംസ് ആ ചെയിനിലുണ്ടെങ്കിൽ നമ്മൾ ഡെക്ക് എന്ന് പറഞ്ഞ പേര് കൊടുക്കും. DEC, ഡെക്ക്. കാർബൺ ആറ്റമിൻ്റെ ചെയിൻ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ കണ്ടു. ആ ചെയിനിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട് അതനുസരിച്ച് ആ ചെയിന് എങ്ങനെ ഒരു പേര് കൊടുക്കാമെന്ന് നമ്മൾ കണ്ടു അല്ലേ? ഇത്രയും കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഓൾമോസ്റ്റ് പണി കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ കമ്പൗണ്ടിലെ ടൈപ്സ് ഓഫ് ബോണ്ട് ഏതൊക്കെയാണ്. നമ്മളിപ്പോൾ എന്ത് കണ്ടു? മെത്ത്, എത്ത് ഒക്കെ കണ്ടു അല്ലേ? ഈ മെത്ത് എത്ത് കഴിഞ്ഞിട്ട് ഒരു വേർഡും കൂടെ വരും, അപ്പോഴാണ് അത് കംപ്ലീറ്റ് ആകുന്നത്. ഓക്കെ, മെത്ത് എത്ത് കഴിഞ്ഞിട്ട് ഒരു വേർഡും കൂടെ വരും, അപ്പോഴാണ് അത് കംപ്ലീറ്റ് ആകുന്നത്. ആ വേർഡ് ഏതാ എന്നറിയുന്നത് ടൈപ്സ് ഓഫ് ബോണ്ട് നോക്കിയാൽ. സപ്പോസ് ഓൾ സിംഗിൾ ബോണ്ടാണ് കമ്പൗണ്ടിലുള്ളത്. ഓൾ സിംഗിൾ ബോണ്ട്. ഈ ഒരു എക്സാമ്പിൾ നോക്കി അറിയാം. ഇവിടെ എല്ലാം സിംഗിൾ ബോണ്ട് അല്ലേ? എല്ലാം ഒറ്റ ഒരു വര ഇങ്ങനെ ലൈൻ മാത്രമല്ലേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം സിംഗിൾ ബോണ്ടാണ്. ഓൾ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ എയിൻ എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്യും. എന്താണ് എയിൻ? അതായത് ഇവിടെ നമ്മൾ എയിൻ അങ്ങോട്ട് ചെയ്തു. എല്ലാം സിംഗിൾ ബോണ്ടാണ്. സപ്പോസ് അറ്റ്ലീസ്റ്റ് 1
ഡബിൾ ബോണ്ട് ഉണ്ട്, ഒരു ഡബിൾ ബോണ്ട് മതി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എ എഴുതിയതിൻ്റെ സ്ഥലത്ത് നമ്മൾ ഈനെന്ന് എഴുതും, ഇ എൻ എന്നിട്ട് ഇവിടെ കൊണ്ട് നമ്മൾ ഈനെന്ന് എഴുതും. മനസ്സിലായല്ലോ? ഒറ്റൊരു ഡബിൾ ബോണ്ട് മതി. അങ്ങനെയാണെങ്കിലും നമ്മൾ ഈ എന്ന് പറഞ്ഞ വേർഡാണ് യൂസ് ചെയ്യുന്നത്. അത് ഈ വേർഡ് കഴിഞ്ഞിട്ട് ഈ ഇങ്ങോട്ട് എഴുതിയാൽ മതി. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഈനൊക്കെ എഴുതുമ്പോൾ അതിൻ്റെ നമ്പറും കൂടെ എഴുതണം. അതായത് എത്രാമത്തെ കാർബണിലാണ് ഈ ഡബിൾ ബോണ്ട് ഉള്ളത്. കാരണം ഈ കേസിൽ നമ്പറിൻ്റെ ആവശ്യമില്ല, കാരണം എല്ലായിടത്തും സിംഗിൾ ബോണ്ട് അല്ലേ, പിന്നെ എല്ലാ നമ്പറും എഴുതേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ഇവിടെ അറ്റ്ലീസ്റ്റ് ഒറ്റ ഡബിൾ ബോണ്ട് ആയാൽ മതി. പക്ഷേ ഏത് കാർബണിലാണ് ഡബിൾ ബോണ്ട് ഉള്ളത് ആ നമ്പറും കൂടെ എഴുതണം. അത് എവിടെ എഴുതണം? ഇതിൻ്റെ ബിറ്റ്വീനായിട്ട് എത്തും ഈനും എഴുതിയില്ല, അതിൻ്റെ നടുക്കായിട്ടും ഉണ്ട്, ആ നമ്പറും കൂടെ എഴുതണം. ഏതാമത്തെ കാർബണിലാണ് ആ ഡബിൾ ബോണ്ട് ഉള്ളത്. സപ്പോസ് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. എത്തിൻ്റെ തന്നെ എക്സാമ്പിൾ കാണിക്കാം. അല്ല, എത്തിൻ്റെ എക്സാമ്പിൾ കാണിക്കാൻ പറ്റത്തില്ലല്ലോ. പ്രോപ്പിൻ്റെ എക്സാമ്പിൾ കാണിക്കാം. 3 കാർബണാണുള്ളത്. ഇങ്ങനെയാണ് 3 കാർബൺ ആകുമ്പോൾ എന്താണ്? പ്രോപ്പായി. ഫസ്റ്റ് കാർബണിലല്ലേ ഡബിൾ ബോണ്ട് ഉള്ളത്. അപ്പോൾ ഞാൻ 1 ഇട്ടു, ഡബിൾ ബോണ്ട് ഇപ്പോൾ എന്താണ് വരുന്നത്? ഈനെന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഈനെന്ന് എഴുതി. സിമ്പിൾ ഒരു എക്സാമ്പിളാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും കുറച്ചുകൂടെ കഴിയുമ്പോൾ അതൊക്കെ മാറിക്കോളും. കാരണം ഇതിനെക്കാട്ടും ഡിഫിക്കൽട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് പിന്നെ ഡിഫിക്കൽട്ടായിട്ട് തോന്നിക്കത്തില്ല. ഓക്കെ, അപ്പം അടുത്തിലോട്ട് പോവാം. അറ്റ്ലീസ്റ്റ് 1 ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഐന്ന് എഴുതും. ഇവിടെ ഈന്ന് എഴുതിയില്ലേ, അതിൻ്റെ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്തും? ഐന്ന് എഴുതും. എപ്പോഴാണ് ഒറ്റ ഒരു ട്രിപ്പിൾ ബോണ്ട് എങ്കിലും കോമ്പൗണ്ടിൽ കണ്ടാൽ മതി, നമ്മൾ ഐന്ന് എഴുതും. അതായത് നമ്മൾ ഈ തൈന്ന് എഴുതും. മനസ്സിലായല്ലോ? ഇവിടെയും നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എത്രാമത്തെ കാർബണിലാണ്, വിച്ച് കാർബൺ ഹാസ് ട്രിപ്പിൾ ബോണ്ട്, അതും കൂടെ നമ്പറായിട്ട് നമ്മൾ ഇതുപോലെ എഴുതിക്കൊണ്ട് എഴുതണം. അപ്പോൾ ഇത്ര എഴുതി കഴിയുവാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള കമ്പൗണ്ട്സ്, അതായത് ഇത് കുറച്ച് സിമ്പിൾ കമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ നെയിംസൊക്കെ നമുക്ക് ഇപ്പം പറയാൻ പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൻ്റെ പേര് എന്തായിരിക്കും? 4 കാർബൺ ആറ്റം ഉണ്ടല്ലേ. 4 കാർബൺ വരുമ്പോൾ എന്തായിരുന്നു നമ്മൾ ആ ചെയിനിന് പേര് കൊടുക്കുന്നത്? നമ്മൾ റൂട്ട് നെയിം എന്നാണ് പറയുന്നത്. അതിലൊന്നും കാര്യമില്ല, നമ്മൾ ഇത് ഓർത്തിരുന്നാൽ മതി. 4 കാർബൺ ആറ്റം വരുമ്പം ബ്യൂട്ട് എന്ന് പറഞ്ഞ പേരാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. ബ്യൂട്ട് കൊടുത്തു. എല്ലാം സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ നമ്മൾ എന്താണ് കൊടുക്കുന്നത്? അത് ബ്യൂട്ട് കഴിഞ്ഞിട്ട് എന്താണ് എഴുതേണ്ടത്? എയിൽ നിന്നും കൂടി എഴുതണം. അപ്പം നമ്മൾ ബ്യൂട്ടെയിൻ എന്നാണ് ഈ ഒരു കമ്പൗണ്ടിൻ്റെ പേര്. സെക്കൻഡ്, ഇത് നോക്കിക്കേ, ഇതിലും 1 2 1 2 3 4 കാർബൺ ആറ്റമാണുള്ളത്. അപ്പോൾ എന്താണ്? ഇവിടെ 4 ആയിരുന്നു, ബ്യൂട്ടൻ തന്നെ വരും അല്ലേ. ബട്ട് ഇവിടെ എല്ലാം ഡബിൾ ബോണ്ട് അല്ല, ഒരു സിംഗിൾ ബോണ്ട് ഉണ്ട്. സിംഗിൾ ബോണ്ട് വരുമ്പോൾ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഈനല്ല യൂസ് ചെയ്യുന്നത്, ഈനാണ്. എത്രാമത്തെ കാർബൺ ആറ്റമിലാണ് ഡബിൾ ബോണ്ട് ഉള്ളത്? സെക്കൻഡ് കാർബൺ ആറ്റം അല്ലേ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കണം. 1 എവിടെ നിന്നാണുള്ളത്? അവിടെ നിന്നാണ് നോക്കി തുടങ്ങേണ്ടത്. 1 കാർബൺ ആറ്റം ഇതാണ്, സെക്കൻഡ് കാർബൺ ആറ്റം ഇതാണ്, അതിലാണ് ഡബിൾ ബോണ്ട് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 എന്നും കൂടെ എഴുതും. ബ്യൂട്ട് എഴുതി, ഹൈഫൻ ഇട്ടു, 2 എഴുതി, ഹൈഫൻ ഇട്ടു, ഈനെ എഴുതി. തേർഡ് കോമ്പൗണ്ടാണിത്. ഇതും വലിയ വ്യത്യാസമില്ല. അതായത് ഇതിലും 4 കാർബൺ ആറ്റം മാത്രമേ ഉള്ളൂ, ഇവിടെയും 4 കാർബൺ ആറ്റം ആയിരുന്നു, ഒരു ഡബിൾ ബോണ്ടും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരും ബ്യൂട്ട് 2 എന്ന് വരത്തില്ല. കാരണം എന്താണ്? ഡബിൾ ബോണ്ട് പൊസിഷനിൽ മാറ്റം ഉണ്ടല്ലോ. ഇവിടെ സെക്കൻഡ് കാർബണിലായിരുന്നു, ഇവിടെ തേർഡ് കാർബണിലാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും? ബ്യൂട്ട് 3 എന്ന് വരും എന്നാണ് നിങ്ങളുടെ ആൻസറെങ്കിൽ അതും തെറ്റാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ നമ്പർ ചെയ്യുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇവിടുന്ന് നമ്പർ ചെയ്യാമല്ലോ. 1 2 3 4 ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ എന്താണ് പേര് കിട്ടുന്നത്? ബ്യൂട്ട് 1 എന്ന് കിട്ടത്തില്ലേ. ഫസ്റ്റ് കാർബൺ ആറ്റത്തിലല്ലേ. ഇവിടുന്ന് 1 2 3 ഇടുവാണെങ്കിൽ, ബട്ട് ഇവിടുന്ന് 1 2 3 ഇടുവാണെങ്കിൽ തേർഡ് കാർബൺ ആറ്റത്തിലല്ലേ. ആക്ച്വലി ഇതുണ്ട്, ഈ ആൻസറാണ് കറക്റ്റ്, ഇത് തെറ്റാണ്. റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ ഡബിൾ ബോണ്ട് ആയാലും ട്രിപ്പിൾ ബോണ്ട് ആയാലും മിനിമം നമ്പർ കിട്ടുന്ന വിധത്തിൽ വേണം നമ്പർ കൊടുക്കാൻ. മനസ്സിലായല്ലോ? ഇവിടുന്ന് നമ്പർ ചെയ്തപ്പോഴല്ലേ മിനിമം നമ്പർ, അതായത് 1, ഇവിടെ 1 കിട്ടി, ഇവിടെ 3 കിട്ടി. 1 ഈസ് ലെസ് ദാൻ 3.
മിനിമം നമ്പർ കിട്ടുന്ന വിധത്തിൽ വേണം നമ്പറിങ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ഇതാണ് കറക്റ്റ് നെയിം, ഇത് തെറ്റാണ്. പിന്നൊരു കാര്യം, 1 ആ നമ്പർ എങ്കിൽ നമ്മൾ 1 ഇഗ്നോർ ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ എഴുതാം. ബട്ട് 2ൻ്റെ കേസിൽ നമ്പർ ഇഗ്നോർ ചെയ്യാൻ ഒക്കത്തില്ല കേട്ടോ. 1 ആണെങ്കിൽ ഇഗ്നോർ ചെയ്യാവുന്നതാണ്. അടുത്താണ് 4th എക്സാമ്പിളിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4 4 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ എന്താണ് ആ ചെയിൻ നമ്മൾ വിളിക്കുന്നത്? നമ്മൾ ബ്യൂട്ടെന്ന് വിളിക്കും. ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്, അപ്പോൾ നമ്മൾ ഐനാണ് YNE ആണ് യൂസ് ചെയ്യുന്നത്. എത്രാമത്തെ കാർബൺ ആറ്റത്തിലാണ് ട്രിപ്പിൾ ബോണ്ട് ഉള്ളത്? 1 2 3 4 ഫസ്റ്റ് കാർബൺ ആറ്റത്തിലല്ലേ? അപ്പോൾ 1 എന്ന് എഴുതും. നമ്മൾ ഇവിടുന്ന് നമ്പറിങ് എന്താ ചെയ്യാൻ? എന്താ ചെയ്യാൻ? ഇങ്ങനത്തെ നമ്പറിങ് ചെയ്യുവാണെങ്കിൽ 3rd കാർബൺ ആറ്റത്തിലാണ് ട്രിപ്പിൾ ബോണ്ട് ഉള്ളത്. അങ്ങനെയല്ല, നമുക്ക് മിനിമം നമ്പറാണ് വേണ്ടി. നമുക്ക് 1 കിട്ടുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ 1ൽ നിന്ന് നമ്പർ ചെയ്ത് തുടങ്ങി. ഇത് പറഞ്ഞ് 1 2 3 4 കാർബൺ ആറ്റം, വീണ്ടും ബ്യൂട്ട് വന്നു അല്ലേ? വീണ്ടും ബ്യൂട്ട് വന്നു, വീണ്ടും ട്രിപ്പിൾ ബോണ്ടും വന്നു. എത്രാമത്തെ കാർബൺ ആറ്റത്തിലാണ്? 1 2 3 4 സെക്കൻഡ് കാർബൺ ആറ്റത്തിലല്ലേ? ഇപ്പം നിങ്ങൾ ഇവിടുന്ന് നമ്പർ ചെയ്താലോ, ഈ സൈഡിൽ നമ്പർ ചെയ്താലും സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ തന്നെയല്ലേ ട്രിപ്പിൾ ബോണ്ട് വരുന്നത്? വ്യത്യാസം വല്ലതും ഉണ്ടോ? വ്യത്യാസമൊന്നുമില്ല. ഇത് നോക്കിയേ, 5th ക്വസ്റ്റ്യൻ 6th ക്വസ്റ്റ്യൻ. 4 കാർബൺ ആറ്റമാണ്. 1 2 3 4 ലോങ്സ്റ്റ് ചെയിൻ നമ്മുടെ ബ്യൂട്ട് എന്ന് പറഞ്ഞ പേര് വരും. ഡബിൾ ബോണ്ട് ഉണ്ട്, ബട്ട് 2 ഡബിൾ ബോണ്ട് ഉണ്ട്. ഒരു ഡബിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? ENE എന്ന് പറയും. അപ്പോൾ 2 എണ്ണം വെക്കുമ്പം ഡൈ എന്ന് വരും. ഡൈ എങ്ങനെയാണ്? ഡൈ എന്ന് പറയുമ്പോൾ തന്നെ 2നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഡൈ എന്ന് പറയുമ്പം 2 ആണ്. ട്രൈ എന്ന് പറയുമ്പോൾ 3 ആണ്. ടെട്ര എന്ന് പറയുമ്പോൾ 4 ആണ്. ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും. അതുകൊണ്ടാണ് ഡൈൻ. 2 ഈനുണ്ട്, ഒരു ഈനിവിടെ ഒരു ഈനിവിടെ. ഇനി അത് ഈന് എഴുതി, അത് എഴുതിയാൽ പോരാ, ഇനി നമ്പറും കൂടി ഇടണം. നമ്പർ ഇട്ടു. ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, ഞാൻ 1 എഴുതി. അതുകൂടാതെ 3rd കാർബൺ ആറ്റത്തിലും ഒരു ഡബിൾ ബോണ്ട്, അപ്പോൾ ഞാൻ കോമയിട്ട് 3 കൂടെ എഴുതി. അതാണ് എൻ്റെ പേര്. ഈസി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 4 കാർബൺ ആറ്റം ആണുള്ളത്. 4 കാർബൺ ആറ്റം വരുമ്പോൾ എന്താണ് പേര് കൊടുക്കുന്നത്? നമ്മൾ ബ്യൂട്ട് എന്ന് പറഞ്ഞ പേരാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ? ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും. ബട്ട് ഈ ഒരു കേസിൽ ഡബിൾ ബോണ്ടും ഉണ്ട്, ഇവിടെ ENE ഡബിൾ ബോണ്ടും ഉണ്ട്, ഇവിടെ ട്രിപ്പിൾ ബോണ്ടും ഉണ്ട്, YNE ഉണ്ട്. അപ്പോൾ 2 കേസും വരുമ്പോൾ, അതായത് ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് രണ്ടും വരുമ്പോൾ കൺഫ്യൂഷൻ വരുന്ന ഏതാദ്യം എഴുതണം? ബ്യൂട്ട് ഈനാദ്യം എഴുതണോ അതോ ഐനാദ്യം എഴുതണോ? ഈനാണ് ആദ്യം എഴുതേണ്ടത്. റീസൺ, E വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന, ഐന് Y വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ആൽഫബറ്റിക്കൽ ഓർഡറാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. ആൽഫബറ്റിക്കൽ ഓർഡർ E ആണ് Yനെക്കാട്ടും മുമ്പ് വരുന്നത്. ഫസ്റ്റ് ആരാ വരുന്നത്? അതാണ് നമ്മളിവിടെ ഫസ്റ്റ് എഴുതുന്നത്. ഈ Yനെക്കാട്ടും മുമ്പാണ് ആൽഫബറ്റിക്കൽ ചെയ്ത് ABCD ആ ഓർഡറിൽ നോക്കുമ്പോൾ ഈ Yനെക്കാട്ടും മുമ്പാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഈന് ഐനെക്കാട്ടും ഫ്രണ്ടിൽ എഴുതുന്നു. സിമ്പിൾ ഒരു കോൺസെപ്റ്റാണ്. അപ്പം ബ്യൂട്ടൈ, ഈനൈ, ഐനൈ. ഇനി നമ്പർ കൊടുക്കണം. ഇവിടുന്ന് 1 2 3 4 ഇങ്ങനെ ഇടാം. അതല്ലേ 1 2 3 4 ഇങ്ങനെ ഇടാം. ഏത് ഓർഡർ ഫോളോ ചെയ്യും? ഇവിടെയും നമ്മൾ ആൽഫബറ്റിക് ഓർഡർ വെച്ച് തന്നെയാണ് നമ്മൾ പറയാമേ. നമ്മൾ പറയും നമ്മൾ പേര് എഴുതിയപ്പോൾ ഈനാണ് നമ്മൾ ഫസ്റ്റ് എഴുതിയത്, കാരണം അത് ആൽഫബറ്റിക് ഓർഡർ ഫസ്റ്റ് വരുന്നതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് ഈനിനെ ലെസ് നമ്പർ കിട്ടുന്ന വിധത്തിലുള്ള നമ്പറിംഗ് ആണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? നമ്മൾ ആൽഫബറ്റിക് ഓർഡറിലാണ് ഈന് ഐനെക്കാട്ടും മുമ്പ് എഴുതിയത്. അതുകൊണ്ട് നമ്പറിംഗ് ചെയ്യുമ്പോഴും നമ്മൾ ഈനിനെ സ്മോൾ നമ്പർ കിട്ടുന്ന വിധത്തിൽ നമ്പറിംഗ് ചെയ്യണം. ഈ ഒരു നമ്പറിംഗ് ചെയ്യുമ്പോഴല്ലേ ഈന് സ്മോൾ നമ്പർ കിട്ടുന്നത്. ഈനിവിടെ നമ്പർ 1 ആണ് കിട്ടിയത്, ഐന് 3. അപ്പോൾ നമ്മൾ ആ നമ്പർ ഇങ്ങോട്ട് എഴുതി വെക്കാം. 1 ഇവിടെ 3. മനസ്സിലായോ?
ആൽഫബറ്റിക്കൽ ഓർഡർ ആര് ഫസ്റ്റ് വരും, കം ഫസ്റ്റ്, അവർക്ക് ചെറിയ നമ്പർ കൊടുക്കണം, സ്മോൾ നമ്പർ. ഇത് മനസ്സിലായല്ലോ. ഈനും ഐനും രണ്ടും വരുമ്പോൾ ആൽഫബറ്റിക് ഓർഡർ വെച്ചാണ് നമ്മൾ പേര് എഴുതുന്നത്. ആൽഫബറ്റിക് ഓർഡറിൽ ഈൻ്റെ ഈ ലെറ്ററാണ് കൺസിഡർ ചെയ്യുന്നത്, ഐൻ്റെ വൈയും. ഈ വൈനെക്കാട്ട് മുമ്പ് വരുന്നതുകൊണ്ട് നമ്മൾ ഈനെ ഫസ്റ്റ് എഴുതി ഐനെ സെക്കൻഡ് എഴുതി. ഈ നമ്പർ കൊടുക്കേണ്ട സമയത്ത് നമ്മൾ ഈന് സ്മോൾ നമ്പർ കിട്ടുന്ന വിധത്തിൽ, അതായത് ആൽഫബറ്റിക് ഓർഡറിൽ ഫസ്റ്റ് വരുന്ന ആൾക്ക് സ്മോൾ നമ്പർ കിട്ടുന്ന വിധത്തിൽ വേണം നമ്പറിങ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ നമ്പറിങ് ഈ സൈഡിൽ നിന്ന് തുടങ്ങി, അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങി. സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നെയിം ദ ഓർഗാനിക് കമ്പൗണ്ട്. ഓർഗാനിക് കമ്പൗണ്ട് ഇതെങ്ങനെ മനസ്സിലായി? കാർബണും ഹൈഡ്രജനും ഉണ്ട്. കാർബൺ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ എന്താണ്? ഹൈഡ്രോ കാർബൺ ആണ്. ഹൈഡ്രോ കാർബൺ എന്താണ്? ഓർഗാനിക് കമ്പൗണ്ട് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതൊരു ഓർഗാനിക് കമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ പേര് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് എന്താണ് സ്റ്റെപ്പ്? ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ. ഇതല്ലേ ഇതിൻ്റെ അകത്ത് ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ. എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ ഉണ്ട്. 4 കാർബൺ ആണെങ്കിൽ എന്താണ് പേര്? ബ്യൂട്ട് എന്നല്ലേ. അതിൻ്റെ കൂടെ ഓൾ സിംഗിൾ ബോണ്ടാണ്. ഓൾ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എന്താണ്? എയിനാണ്. നമ്പർ 2 ഒന്നും ആവശ്യമില്ല, കാരണം എല്ലാം സിംഗിൾ ബോണ്ട് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എയിനാന്ന് പറയുന്നു. ഇവിടം കൊണ്ട് കഴിഞ്ഞോ? ഇല്ല. ഈ ചെയിൻ്റെ പുറത്തൊരു ഗ്രൂപ്പ് കിടപ്പുണ്ട്. ഇതിനെ നമുക്കൊന്നും വെറുതെ വിടാനൊക്കത്തില്ല. ഇതിൻ്റെ പേരും ഇങ്ങോട്ട് ആഡ് ചെയ്യണം. ഇപ്പം എവിടെ ആഡ് ചെയ്യും? ഇതിനെന്താണ്? ഇതിനെ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഗ്രൂപ്പ്. കാർബണും ഹൈഡ്രജനും ഉള്ള ഗ്രൂപ്പ് വരുവാണെങ്കിൽ ശ്രദ്ധിക്കണം, കാർബണും ഹൈഡ്രജനും ഉള്ള ഏതെങ്കിലും ഗ്രൂപ്പ് വരുവാണെങ്കിൽ നമ്മൾ ഈ ഒരു നെയിമിംഗ് ഉണ്ടല്ലോ, ഈ ഒരു നെയിമിംഗ് എന്ത് ചെയ്യും? ഈ ഒരു നെയിമിംഗ് തന്നെയാണ് ഏകദേശം, കംപ്ലീറ്റ്ലി അല്ല, ഏകദേശം ഫോളോ ചെയ്യുന്നത്. അതെന്താ ഞാൻ പറഞ്ഞതെന്ന് ഞാൻ ഈ എക്സാമ്പിൾ വെച്ച് കുറച്ചുകൂടെ ക്ലാരിഫൈ ചെയ്യാം. ഇവിടെ എത്ര കാർബൺ ഉണ്ട് ഈ ഒരു ഗ്രൂപ്പിൽ? ഒരു കാർബൺ അല്ലേ ഉള്ളത്. ഒരു കാർബൺ ഉള്ളപ്പോൾ എന്താണ് പേര് കൊടുക്കുന്നത്? മെത്ത് അല്ലേ, മെത്ത്. ഇവിടെയും നമ്മൾ മെത്ത് എന്ന് കൊടുക്കും, മെത്ത്. ബട്ട് ഇത് ഗ്രൂപ്പായിട്ടല്ലേ വന്നേ, മെയിൻ കാർബൺ ചെയിൻ്റെ പാർട്ടല്ലല്ലോ, എക്സ്ട്രേറ്റ് വരുമല്ലേ. അപ്പോൾ നമ്മൾ ഐൽ എന്ന് പറഞ്ഞ് ഒരു സഫിക്സും കൂടെ, ഇത് കഴിഞ്ഞിട്ട് വരുന്നതിന് എന്താ നമ്മൾ പറയുന്നത്? സഫിക്സ് എന്നാണ് പറയുന്നത്. സഫിക്സും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പിൻ്റെ പേരെന്താണ്? മീത്തൈൽ എന്നാണ്. മീത്തൈൽ. മെത്ത് അവിടെ നിന്ന് കിട്ടി, ഐൽ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തു, കാരണം എന്താണ്? ഇതൊരു ഗ്രൂപ്പാണ്. അപ്പം മീത്തൈൽ. ഗ്രൂപ്പിൻ്റെ പേര് ഈ ചെയിനിൻ്റെ പേരിൻ്റെ ഫ്രണ്ടിലാണ് ഈ ദണ്ടി. നമ്മളിവിടെ മീത്തൈൽ ചെയ്യുന്നു. ഇത്ര എഴുതാൻ മതിയോ? അല്ല. ഇത് എത്രാമത്തെ കാർബണിലാണ് ഈ ഗ്രൂപ്പ് പ്രസൻറ്റ് അതും കൂടെ എഴുതണം. അപ്പോൾ നമ്മൾ നോക്കാം. 1 2 3 4 സെക്കൻഡ് കാർബൺ ആറ്റത്തിലാണ് ഈ ഗ്രൂപ്പ് പ്രസൻറ്റ്. അപ്പോൾ നമ്മൾ 2 മീത്തൈൽ ബ്യൂട്ടൈൻ എന്ന് എഴുതി. അപ്പം നിങ്ങൾക്ക് ഡൗട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു പാർട്ടാണിത്, നമ്പറിങ്. ഇവിടുന്ന് നമ്പർ ചെയ്താൽ എന്താണ് പ്രശ്നം? അപ്പോൾ നമുക്ക് 3 മീത്തൈൽ ബ്യൂട്ടൈൻ എഴുതി കൂടെ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് വരാം. എന്നാൽ അത് പറ്റത്തില്ല. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിന് മിനിമം നമ്പർ കിട്ടുന്ന വിധത്തിൽ വേണം നമ്പറിങ് ചെയ്യാൻ. ഇവിടുന്ന് നമ്പർ ചെയ്യുമ്പോഴല്ലേ 2 കിട്ടുന്നത്. 2 ഈസ് ലെസ് ദാൻ 3. അതുകൊണ്ട് നമ്മൾ ഈ നെയിമാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. 3 മീത്തൈൽ എന്ന് പറഞ്ഞ നെയിം തെറ്റാണ്. മനസ്സിലായല്ലോ? നെയിമിങ് ചെയ്യുമ്പോൾ ഗ്രൂപ്പിനെ മിനിമം നമ്പർ കിട്ടുന്ന വിധത്തിൽ വേണം നമ്മൾ നമ്പറിങ് ചെയ്യാൻ. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ലോങ്സ്റ്റ് ചെയിൻ ഏതാണ്? ഇതല്ലേ ലോങ്സ്റ്റ് ചെയിൻ. ചിലർക്ക് ഡൗട്ട് വരാം, ഇങ്ങനെ ഒരു ചെയിൻ എടുത്താൽ അതിനെന്താണ് പ്രശ്നം? കാരണം ഈ ചെയിനിൽ എത്ര കാർബൺ ഉണ്ട്? ഈ ചെയിനിൽ 1 2 3 4 5 കാർബണാണ് ഉള്ളത്. നമ്മൾ ഇങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും 5 കാർബണാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ ചൂസ് ചെയ്യൂ, ഇങ്ങനെ ചൂസ് ചെയ്യും, ഇങ്ങനെ വല്ലതും ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക്. കാരണം രണ്ടിലും 5 കാർബണേ ഉള്ളൂ, വ്യത്യാസമൊന്നും വരുന്നില്ല. ഞാൻ ഈ നേരെ കിടക്കുന്ന ചെയിനാണ് ചൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം അത്ര കൺഫ്യൂഷൻ വരത്തില്ല. ഇത് വളഞ്ഞിരിക്കുന്ന ചെയിനൊക്കെ ആകുമ്പോൾ പേര് പിന്നെ എഴുതുമ്പോൾ ഒക്കെ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടി കാണുമല്ലോ. ഡിലീറ്റ് എനിവേ
നമുക്കപ്പോൾ ചെയിന് കിട്ടിയിട്ടുണ്ട് 5 കാർബൺ ആറ്റം ആണെന്ന് മനസ്സിലായി. ഇതാണ് നമ്മുടെ ചെയിന്. 5 കാർബൺ ആറ്റം ആണ് ചെയിനിലുള്ളത്. 5 കാർബൺ ആറ്റം അപ്പോൾ എന്താണ് പേര് വരുന്നത്? പെൻറ്റ് എന്ന് പറഞ്ഞ നെയിമാണ്, പെൻറ്റ്. ഓൾ സിംഗിൾ ബോണ്ടാണ്. ഇപ്പം അതിൻ്റെ കൂടത്തിൽ ഈനും കൂടെ എഴുതണം അല്ലേ. ഇനിയും ഈ ചെയിൻ്റെ പുറത്ത് കിടക്കുന്ന എന്താണ്? ഇതാണ്. അതെന്താണ്? അത് ഗ്രൂപ്പാണ്. എങ്ങനത്തെ ഗ്രൂപ്പാണ്? കാർബണും ഹൈഡ്രജനും മാത്രമുള്ള ഗ്രൂപ്പാണ്. അപ്പോൾ ഇതിൻ്റെ നെയിമിങ്ങും നേരത്തെ നെയിമിങ് കൂട്ട് തന്നെയാണ്. എത്ര കാർബൺ ആറ്റം ഉണ്ട്? 2 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് വേർഡാണ് യൂസ് ചെയ്യുന്നത്? എത്ത് എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്യുന്നത്. ഇത് ഗ്രൂപ്പ് ആയതുകൊണ്ട് നമ്മൾ എന്ത് എക്സ്ട്രാ ആഡ് ചെയ്യണം? വൈ എല്ലും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ പേര് നമുക്ക് കിട്ടി. എന്താണ്? ഈത്തൈൽ. ഇപ്പോൾ ഗ്രൂപ്പിൻ്റെ പേര് കിട്ടി, ചെയിൻ്റെ പേരും കിട്ടി. എത്രാമത്തെ കാർബൺ ആറ്റത്തിലാണ് ആ ഗ്രൂപ്പ് അതുകൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്പറിങ് ചെയ്യും. 1 2 3 4 5. അപ്പോൾ നമുക്ക് കിട്ടിയ 3rd കാർബൺ ആറ്റത്തിലാണ് ഈത്തൈൽ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ പേരാണ് 3-ethyl pentane. ഇതൊന്നും ക്യാപിറ്റലല്ല കേട്ടോ, എല്ലാം സ്മോൾ ലെറ്റർ ആണ്. പെൻറ്റെയിൻ. ഇതാണ് നമുക്ക് കിട്ടിയ നെയിം. ഇവിടുന്ന് അഥവാ നമ്മൾ നമ്പർ ചെയ്യുകയാണെന്നെങ്കിലും 1 2 3 4 5 അങ്ങനെയാണെങ്കിൽ നമുക്ക് 3rd കാർബൺ ആറ്റത്തിൽ തന്നെ അല്ലേ ഗ്രൂപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്പറിങ് അത്ര ഇമ്പോർട്ടൻസ് വന്നില്ല. കാരണം ഏത് സൈഡിൽ നിന്ന് നമ്പറിങ് ചെയ്താലും സെയിം നമ്പർ ഉള്ള കാർബണിൽ തന്നെയാണ് ഗ്രൂപ്പ് വരുന്നത്. ബട്ട് ചില ക്വസ്റ്റ്യനിലൊക്കെ നമ്പറിങ്ങിന് ഇമ്പോർട്ടൻസ് വരും. ഇപ്പം നമുക്ക് നോക്കാം. ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടുപിടിക്കണം. ഇതാണ് ലോങ്ങസ്റ്റ് ചെയിൻ. ലോങ്ങസ്റ്റ് ചെയിൻ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 1 2 3 4 കാർബൺ ആറ്റമാണ് ഉള്ളത്. 4 കാർബൺ ആറ്റം ഉള്ളപ്പോൾ എന്താണ് പേര് വരുന്നത്? ബ്യൂട്ട് എന്ന് പറഞ്ഞ പേരാണ് വരുന്നത്. ഓൾ സിംഗിൾ ബോണ്ട് ആണോ? അല്ല. ഒരു ഡബിൾ ബോണ്ട് ഉണ്ടല്ലേ, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തും? ഈനെ ചെയ്തു. നമ്പറിങ് അവിടെ നിൽക്കട്ട്. നമുക്ക് ആദ്യം എല്ലാത്തിൻ്റെ പേര് കണ്ടുപിടിക്കാം, പിന്നെ നമുക്ക് നമ്പർ കൊടുക്കാം. ചെയിൻ്റെ പുറത്ത് കിടക്കുന്ന എന്താണ്? ഗ്രൂപ്പാണ്. അത് എങ്ങനത്തെ ഗ്രൂപ്പാണ്? കാർബണും ഹൈഡ്രജനും മാത്രമുള്ള ഗ്രൂപ്പാണ്. അപ്പോൾ അതിൻ്റെ നെയിമിങ് നേരത്തെ നെയിമിങ് കൂട്ട് തന്നെ, അതായത് കാർബണിൻ്റെ നമ്പർ നോക്കിയിട്ടുള്ള നെയിമിങ്. ഒരു കാർബണേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്ത് പേരാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്? മെത്ത് അല്ലേ. ഇത് ഗ്രൂപ്പാണ്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വൈയെല്ലും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ എന്താണ് ഇതിൻ്റെ പേര്? മീത്തൈൽ. അപ്പോൾ മീത്തൈൽ, ഇവിടെ ബ്യൂട്ട്, ഇവിടെ ഈൻ. ഇനി നമുക്ക് നമ്പർ കൊടുക്കാം. നമ്പർ 2 ഡയറക്ഷന് കൊടുക്കാം. 1 2 3 4 ഇങ്ങനെ കൊടുക്കാം. അതല്ലേ 1 2 3 4 ഇങ്ങനെയും കൊടുക്കാം. ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ മീത്തൈലിന് 2 എന്ന് പറയുന്ന നമ്പറും കിട്ടും, ഈനിനെ 3 എന്ന് പറയുന്ന നമ്പറും കിട്ടും അല്ലേ. ബട്ട് സെക്കൻഡ് ഈ വേ കൊടുക്കുവാണെങ്കിൽ മീത്തൈലിന് 3 എന്ന് പറയുന്ന നമ്പറും കിട്ടും, ഈനിനെ 1 എന്ന് പറയുന്ന നമ്പറും കിട്ടും. അപ്പോൾ കൺഫ്യൂഷനായി. എങ്ങനെ നെയിം കൊടുക്കണം? ഇത് കൊടുക്കണോ ഇത് കൊടുക്കണോ? അപ്പോൾ ആൻസറാണ് ഇത് കൊടുക്കണം, ഇത് കൊടുക്കണ്ട. ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ തെറ്റാണ്, ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. അതെങ്ങനെ മനസ്സിലായി? ഒരു ഡബിൾ ബോണ്ടിനെ ആണോ കുറവ് നമ്പർ കൊടുക്കേണ്ടത്, അതോ ഒരു ഗ്രൂപ്പിനെയാണോ കുറവ് നമ്പർ കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞ കൺഫ്യൂഷൻ എവിടെയെങ്കിലും വരുവാണെങ്കിൽ എപ്പോഴും നമ്മൾ ഡബിൾ ബോണ്ടിനെ ആയിരിക്കും കുറഞ്ഞ നമ്പർ കൊടുക്കുന്നത്. ഡബിൾ ബോണ്ടിൻ്റെ കേസ് ഇൻഫാക്റ്റ് ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലും ട്രിപ്പിൾ ബോണ്ടിനെ ആയിരിക്കും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ എന്താണ്? ഡബിൾ ബോണ്ടിനെയാണ്, അതല്ലേ ട്രിപ്പിൾ ബോണ്ട്, ഇതിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കമ്പയർ ടു എന്ത്? ഗ്രൂപ്പ്. എന്ത് ഗ്രൂപ്പ് ഉണ്ട്? ഇങ്ങനത്തെ ഗ്രൂപ്പുകളാണ്. ഇങ്ങനത്തെ ഗ്രൂപ്പിന് നമ്മൾ പേര് പറയും. ആ പേരാണ് ആൽക്കൈൽ. ആൽക്കൈൽ ഗ്രൂപ്പ്. ഇപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പും ഡബിൾ ബോണ്ട് അതല്ലേ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലും പോലും കൺഫ്യൂഷൻ വരുക, എവിടെ നിന്ന് നമ്പർ കൊടുക്കണം, ആർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നൊരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ എപ്പോഴും നമ്മൾ എന്താണ്? ഡബിൾ ബോണ്ടിനെ ആയിരിക്കും കുറഞ്ഞ നമ്പർ കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് നെയിം. 3-methyl but 1-ene. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതാണ് കാർബൺ ചെയിൻ. അപ്പോൾ ഇതെന്താണ്? ഇതൊരു ഗ്രൂപ്പാണ്. പക്ഷേ കാർബണും ഹൈഡ്രജനും ഉള്ള ഗ്രൂപ്പല്ല. അപ്പോൾ ഇത് ആൽക്കൈൽ ഗ്രൂപ്പല്ല. കാർബണും ഹൈഡ്രജനുള്ള ഗ്രൂപ്പിനാണ് എന്ത് പറയുന്നത്? നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതൊരു ആൽക്കൈൽ ഗ്രൂപ്പല്ല. അപ്പോൾ ഇതെന്താണ്? ഇതൊരു ഹാലോജൻ അല്ലേ. ഹാലോജൻ. ഹാലോജൻ എന്ന് വെച്ചാൽ എന്താ? പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് 17 എലിമെൻസിനാണ് നമ്മൾ ഹാലോജൻസ് എന്ന് പറയുന്നത്. അവിടെ എന്തൊക്കെയുണ്ട്? ഫ്ലൂറിനുണ്ട്, ക്ലോറിനുണ്ട്, ബ്രോമിനുണ്ട്, അയഡിനുണ്ട്. ഇതിനൊക്കെയാണ് നമ്മൾ ഹാലോജൻസ് എന്ന് പറയുന്നത്. ഹാലോജൻസ് വരുവാണെങ്കിൽ പേര് കൊടുക്കുന്നത്
ഏകദേശം അതിൻ്റെ പേര് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്? Cl, ക്ലോറിൻ അല്ലേ. നമ്മൾ ക്ലോറോ എന്ന് കൊടുക്കും. ക്ലോറോ, R8 രോ ഇടും. ഫ്ലൂറിൻ അപ്പോൾ എന്തായിരിക്കും? ഫ്ലൂറോ. ബ്രോമിൻ അല്ലേ, Br, അപ്പോൾ അതിൻ്റെ പേര് എന്തായിരിക്കും? ബ്രോമോ. I ഫോർ അയഡിൻ അല്ലേ, അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? അയോഡോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നെയിമിങ് കൊടുക്കുന്നത്. എന്തിന്? ഹാലോജൻസ് ഒരു ഗ്രൂപ്പായിട്ട് വരുവാണെങ്കിൽ. ഇനിയും ബാക്കിയുള്ള പ്രോസസ്സ് സെയിം ആണ്. എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ ആണ്. ബ്യൂട്ടിൽ നിന്ന് വരും. അതിൻ്റെ കൂട്ടത്തിൽ എല്ലാം സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ ഏനും കൂടെ വന്നു. നമ്പറിങ് കൊടുക്കുക 1 2 3 4. മിനിമം നമ്പർ ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്ന വിധത്തിൽ വേണം നമ്പറിങ് കൊടുക്കാൻ. രണ്ടാമത്തെ കാർബണിലാണ് ഗ്രൂപ്പ് ഉള്ളത്, അതായത് ക്ലോറിനുള്ള. ക്ലോറിൻ ഗ്രൂപ്പായിട്ട് വരുവാണെങ്കിൽ പേരെന്താണ്? ക്ലോറോ ആണ്. അപ്പം 2 ക്ലോറോ ബ്യൂട്ട് 8 എന്ന് പറഞ്ഞിട്ട് നെയിം നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ നെയിം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏതാണ്ടൊക്കെ സെയിം ക്വസ്റ്റ്യൻ ആണ്, ബട്ട് 2 ഗ്രൂപ്പ് വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇതാണ് ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ. എത്ര കാർബൺ ആറ്റം ഉണ്ട്? ഇനി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് പറയാൻ വെക്കും. 4 കാർബൺ ആറ്റം ഉണ്ട്. 4 കാർബൺ ആറ്റം ആകുമ്പോൾ എന്താണ് പേര് നമ്മൾ കൊടുക്കുന്നത്? നമ്മൾ ബ്യൂട്ട് എന്ന് പറഞ്ഞ പേരാണ് കൊടുക്കുന്നത്. അതിന് കൊടുത്ത് എല്ലാം സിംഗിൾ ബോണ്ടും കൂടെ, അപ്പോൾ നമ്മൾ ബ്യൂട്ട് എന്ന് പറയും അല്ലേ. ഇനി ഗ്രൂപ്പ് നോക്കാം. 2 ഗ്രൂപ്പുണ്ട്. ഇവിടെ ഒരു ഗ്രൂപ്പ്, ഇവിടെ ഒരു ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൻ്റെ പേരെന്താണ്? ക്ലോറോ ആണ്. ഈ ഗ്രൂപ്പിൻ്റെ പേരെന്താണ്? ബ്രോമോ ആണ്. കാരണം ഇത് ബ്രോമിനാണ് ഇതിൻ്റെ ഹാലോജൻ്റെ പേര്. അത് ഗ്രൂപ്പായിട്ട് വരുമ്പം ബ്രോമോ എന്ന് നമ്മൾ പറയും. ഇനി നമ്പറിങ് കൊടുക്കാൻ പോവാണ്. ഇവിടെയാണ് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത്. ഇവിടെ 1 2 3 4 ഇങ്ങനെ കൊടുക്കണോ? 1 2 3 4 ഇങ്ങനെ കൊടുക്കണോ? അപ്പോൾ ഇവിടെയും നമ്മുടെ ആൽഫബറ്റിക് ഓർഡർ കോൺസെപ്റ്റാണ് വരുന്നത്. ആൽഫബറ്റിക് ഓർഡർ, ഈ കോൺസെപ്റ്റാണ് വരുന്നത്. ആ കോൺസെപ്റ്റ് എന്തായിരുന്നു പറയുന്നത്? ആൽഫബറ്റിക് ഓർഡറിൽ ആരാണോ ആദ്യം വരുന്നത് അവർക്ക് ലെസ് നമ്പർ കിട്ടുന്ന വിധത്തിൽ വേണം നമ്പറിങ് ചെയ്യാൻ. ക്ലോറോ ആണോ ബ്രോമോ ആണോ ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം വരുന്നത്? ABC എന്നല്ലേ? ബി അല്ലേ സീനെക്കാട്ട് ആദ്യം വരുന്നത്? അപ്പം ബീനെയാണ് ലെസ് നമ്പർ കിട്ടേണ്ടത്. ലെസ് നമ്പർ. ഏത് സൈഡിൽ നിന്ന് നമ്പർ കൊടുത്താലാണ് ബീനെ ലെസ് നമ്പർ കിട്ടുന്നത്? ഇവിടുന്ന് നമ്പർ കൊടുത്താലല്ലേ 1 2. ബീനെ 2 കിട്ടി, ക്ലോറിനെ 3 കിട്ടി. അപ്പോൾ ആ ഒരു ഓർഡറാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ പേരെന്തോ ആകും? 2 ബ്രോമോ 3 ക്ലോറോ ബ്യൂട്ട് 8. ഇതാണ് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ പേര്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ. ഇതിൻ്റെ നെയിം എന്താണ്? ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടുപിടിക്കുക. ഇതാണ് ലോങ്ങസ്റ്റ് ചെയിൻ. ഈ ക്വസ്റ്റ്യൻ ഞാൻ കുറച്ചുകൂടെ വലുതാക്കി എഴുതാം, അപ്പോൾ ക്ലാരിറ്റി കിട്ടും. ഇതാണ് ക്വസ്റ്റ്യൻ. ലോങ്ങസ്റ്റ് ചെയിൻ ഏതാണ്? ഇതല്ലേ ലോങ്ങസ്റ്റ് ചെയിൻ? ഇതല്ലേ? ഇതാ ലോങ്ങസ്റ്റ് ചെയിൻ എന്നാണ് നിങ്ങളുടെ ആൻസർ എങ്കിൽ തെറ്റാണ്. കാരണം എന്താണ്? ഒന്ന് പെട്ടെന്ന് നോക്കുമ്പോൾ ഇതാ ലോങ്ങസ്റ്റ് ചെയിൻ നമുക്ക് തോന്നിക്കും, ബട്ട് സൂക്ഷിച്ച് നോക്കുവാണെങ്കിൽ അറിയാം ഇതെന്താണ് ഇതിരിക്കുന്നത്? C2H5 എന്നാണ്. 2 കാർബൺ ആറ്റം ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ 3 കാർബൺ ആറ്റം, അതായത് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ 2 കാർബൺ ആറ്റം കൂടെ ഉണ്ട്. അതായത് ഇവിടെ ടോട്ടൽ 5 കാർബൺ ആറ്റം ആയില്ല. 3 + 2 5. പക്ഷേ ഈ ചെയിനിൽ 4 കാർബൺ ആറ്റം ഉള്ളൂ. അപ്പോൾ ലോങ്ങസ്റ്റ് ചെയിൻ ഇതാണ്. ഈ ബ്ലൂ വെച്ച് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ലോങ്ങസ്റ്റ് ചെയിൻ. അപ്പോൾ നമുക്ക് ലോങ്ങസ്റ്റ് ചെയിൻ കിട്ടി അല്ലേ? ഇതാണ് നമ്മുടെ ലോങ്ങസ്റ്റ് ചെയിൻ. ലോങ്ങസ്റ്റ് ചെയിൻ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 5 കാർബൺ ആറ്റം ഉണ്ടെന്ന് പറയാം. നമ്മൾ പറഞ്ഞു 5 കാർബൺ ആറ്റം ആണെങ്കിൽ എന്താണ് പേര്? പെൻറ്റ്. എല്ലാം സിംഗിൾ ബോണ്ടാണ്. ഏനും കൂടെ വന്നു. ഇനിയാണ് നമുക്ക് ഗ്രൂപ്പ്സ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഇതൊരു ഗ്രൂപ്പാണ്, ഇതൊരു ഗ്രൂപ്പാണ് അല്ലേ? ചെയിനിൻ്റെ പുറത്ത് കിടക്കുന്ന എല്ലാം ഗ്രൂപ്പാണ്. എങ്ങനത്തെ ഗ്രൂപ്പാണ്? ആൽക്കൈൽ ഗ്രൂപ്പാണ്. ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലേ? അതെങ്ങനെ മനസ്സിലായി? കാർബൺ ഹൈഡ്രജന് മാത്രമേ ഉള്ളൂ. 2ൽ 1 കാർബണേ ഉള്ളൂ. 1 കാർബൺ വരുവാണെങ്കിൽ നമ്മൾ മെത്ത് എന്ന് പറഞ്ഞ വേർഡാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ മെത്ത് അതിൻ്റെ കൂട്ടത്തിൽ YL കൂടെ ആഡ് ചെയ്യും. അപ്പം മീത്തൈലിനായി.
എത്രാമത്തെ കാർബൺ ആറ്റത്തിനാണ് ഗ്രൂപ്പ്സ് ഉള്ളത്? നമ്പറിങ് ചെയ്യാം. 1 2 3. ഇവിടെ 2 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ 4 ആകും, 5 കൂടെ ആകും അല്ലേ? 4 ആകും, 5 കൂടെ ആകും. ഇപ്പോൾ സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്, തേർഡ് കാർബൺ ആറ്റത്തിലും ആ സെയിം ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പോൾ 2,3 എന്ന് എഴുതാം. 2 കാർബൺ ആറ്റത്തിലും സെയിം ഗ്രൂപ്പാണോ ഉള്ളത്? അപ്പോൾ നമുക്ക് ഡൈ എന്ന് കൂടെ എഴുതാം. നേരത്തെ നമ്മൾ ഡൈ എഴുതിയില്ലായിരുന്നു, ആ ഡൈ തന്നെ. ഗ്രൂപ്പ് ഏതാണ്? മീത്തൈലാണ്. ചെയിൻ്റെ പേരെന്താണ്? പെൻറ്റാണ്. എല്ലാം സിംഗിൾ ബോണ്ടാണ്, അതുകൊണ്ട് എയിനാണ്. ഇതാണ് ഈ കോമ്പൗണ്ടിൻ്റെ പേര്. 2,3 ഡൈമീത്തൈൽ പെൻറ്റൈൻ. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ എങ്ങനെ ഒരു കോമ്പൗണ്ട് എന്നതിൻ്റെ നെയിം കണ്ടുപിടിക്കാൻ പഠിച്ചു. ഈ ഒരു വീഡിയോ നമ്മൾ ബേസിക്കലി ഹാലജൻ അതല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പ് വന്നാൽ, പിന്നെ ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ടൊക്കെ വന്നാൽ എങ്ങനെ നെയിം കൊടുക്കാമെന്ന് കണ്ടു. നമ്പറിങ് എങ്ങനെ ചെയ്യാമെന്ന് കണ്ടു. ഇതല്ല, ഇതിനെക്കാട്ടും വലിയ വലിയ ഗ്രൂപ്പ്സ് ഉണ്ട്. നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയും. ഓക്സിജനും നൈട്രജനും ഒക്കെ കയറി വരുന്നത്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതിൻ്റെ നെയിം കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്, കാരണം അത് പ്രീഫിക്സും സഫിക്സും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരും. അത് നമുക്ക് ഡീറ്റെയിലി കാണാം. ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.